വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മുൻപ് പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. പാർവതി തിരുവോത്തിനെ ഇല്ലാതാക്കും ഞങ്ങളല്ല. മലയാള സിനിമ അത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി വെച്ചതാണ്. അവിടെ നിന്നൊക്കെ പാർവതി രക്ഷപ്പെട്ട് താൻ നല്ല നടിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പൂർണ്ണമായും ഞങ്ങൾ അന്ന് പറഞ്ഞ പോലെ പാർവതിയെ അഭിനയ രംഗത്ത് നിന്ന് തുടച്ച് നീക്കിയിരിക്കുന്നു ചിലര്. ആരൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ പാർവതി അന്നും പറഞ്ഞിരുന്നു, എന്നെ ഇല്ലാതാക്കാൻ പറ്റില്ല, ഞാൻ വെറും ഒരു അഭിനേത്രി മാത്രമല്ല, എനിക്ക് എഴുതാൻ അറിയാം, തിരക്കഥ എഴുതും, ഞാൻ സംവിധാനം ചെയ്യും, അതല്ലെങ്കിൽ പണം മുടക്കി നിർമ്മിക്കും, അതൊന്നുമില്ലെങ്കിൽ മറ്റു ഭാഷകളിൽ പോയി അഭിനയിക്കും, ഇതൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ആ ധൈര്യം ഇന്നും പാർവതിക്കുണ്ട്. അപ്പൊ ഞങ്ങൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പാർവതി ഉടനെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. പലരും പരിഹസിച്ചു, പിന്നെ പാർവതി ഇങ്ങനെ സംവിധാനം ചെയ്തപ്പോൾ വലിയ സംഗീത സർവജ്ഞയാകുമ്പോഴല്ലേ, എന്താ സ്ത്രീകൾക്ക് എന്താ കുറവ്? സ്ത്രീകള് എല്ലാ രംഗത്തും വളരെ സജീവമായിട്ട് തന്നെ നിൽപ്പുണ്ട്. അവർക്ക് അവസരം കൊടുക്കണം, കൊടുത്താൽ അവർ കാണിച്ചു തരും എന്നുള്ളതാണ്. ഇപ്പോ പാർവതി രംഗത്തിറങ്ങി പ്രഖ്യാപിച്ചു, ഞാൻ സംവിധായികയാകാൻ പോകുന്നു. രചനാ സംവിധാനം പാർവതി തിരുവോത്ത് തന്നെയാണ്. ഒരു പക്ഷേ തിരക്കഥയുടെ കാര്യത്തിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ലാലേട്ടനാണോ മമ്മൂട്ടിയാണോ നായകനെന്ന്? ഇത് രണ്ടുമല്ല സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് തെറ്റാവാം, ശരിയാവാം. കാരണം മോഹൻലാലും പാർവതിയുമായി അധികം സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഫ്ലാഷിലെ നായകനായിരുന്നു മോഹൻലാലും പാർവതി തിരുവോത്തും. അന്ന് തിരുവോത്തുണ്ടായില്ല, അന്ന് പാർവതി എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് അവർ തമ്മിൽ ഒരുമിച്ച് അധികം പടങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ മമ്മൂട്ടിയോട് സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷെ മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ വ്യക്തിപരമായിട്ട് അവർ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പലർക്കും ഇഷ്ടമായില്ല. പലർക്കും എന്ന് പറഞ്ഞാൽ ആദ്യം മമ്മൂട്ടിക്ക് ഇഷ്ടമായില്ല. മമ്മൂട്ടിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഫാൻസുകാർ വെറുതെ വിടൂ. അങ്ങനെ അവരെ ഇല്ലാതാക്കുന്ന രീതിയിൽ PR വർക്കുകൾ ഫാൻസ് മറ്റതും മറിച്ചാക്കി. ധൈര്യമുള്ളത് കൊണ്ട് പാർവതി പിടിച്ചു നിന്നു എന്നുള്ളതാണ്. ഇപ്പോ കോംപ്രമൈസ് ചെയ്തു. പിന്നെ മമ്മൂട്ടിയുടെ മോനായിട്ട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അയാളായിട്ട് നല്ല ടീംസിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുഴപ്പമില്ലാണ്ട് പോകുമ്പോഴും തൽക്കാലം പാർവതിയുടെ സിനിമയിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഉണ്ടാകാൻ സാധ്യതയില്ല. ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതേ സ്ഥാനത്ത് മറ്റാര് എന്ന് ചോദിക്കുമ്പോ പാർവതിയുടെ എക്കാലത്തെയും ബെസ്റ്റ് ഫ്രണ്ട് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് എന്തായിരിക്കും പാർവതിയുടെ സിനിമയിൽ ഉണ്ടായിരിക്കാം. അപ്പൊ ഈ പൃഥ്വിരാജ് മാത്രമാണോ ഫ്രണ്ട്? നല്ല രീതിയിൽ നല്ല ഫ്രണ്ട് പൃഥ്വിരാജ് മാത്രമാണ്. അതേസമയം കുഞ്ചാക്കോ ബോബൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആസിഫ് അലി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ദുൽഖർ സൽമാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ നല്ല സുഹൃത്തുക്കളിൽ ഒരാൾ തന്നെയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സിനിമ ആര് പ്രൊഡ്യൂസ് ചെയ്യും? സിനിമയുടെ ലൊക്കേഷൻ എവിടെയായിരിക്കും? സിനിമ മലയാളത്തിൽ മാത്രമാണോ അതോ തമിഴിലുണ്ടാകുമോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, WCCയിലെ ആരൊക്കെ പാർവതിയെ ഇക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും? മറ്റൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നു, ഈ നടി പീഡന കേസുമായി ബന്ധപ്പെട്ട് നടിക്ക് എതിര് നിൽക്കുന്ന ചിലർ കൂടി പാർവതിയുടെ സിനിമയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുണ്ടാകുമോ? മറ്റൊരു കാര്യം പറയുന്നത് എന്താ, മഞ്ജു വാര്യർ പാർവതിയുടെ സിനിമയിൽ ഉണ്ടാകുമോ? അവർ നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ എന്ന്? ഇല്ല. അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. ഒരുപക്ഷെ നടി ഭാവന ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇതൊക്കെ നമ്മുടെ ചർച്ചകളിൽ വന്നു പോകുന്നതാണ്. പാർവതിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോഴും തുറന്നു വിട്ടിട്ടില്ല. ഒരു കാര്യം മാത്രമേ ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റൂ, പൃഥ്വിരാജ് എന്തായാലും ആ സിനിമയിൽ ഉണ്ടായിരിക്കും.